ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ കൂട്ടുകാരെ, നല്ല ദൈവം നമ്മളെ വീണ്ടും ഒരു ദിവസം കൂടി ഒന്നിച്ച് ചേർത്തിരിക്കുന്നു അല്ലേ? നമുക്ക് ഈശോയോട് നന്ദി പറയാം. ഈശോയുടെ വചനത്തെക്കുറിച്ച് കാണാനും എന്താണ് നമ്മളോട് ഇന്ന് സന്മാർഗം പറഞ്ഞു തരുന്നതെന്നൊക്കെ കേൾക്കാനുമൊക്കെ നമ്മുടെ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ആ ഈശോയുടെ സ്നേഹത്തെ ഓർത്ത് നമ്മൾക്ക് നന്ദി പറയാം അല്ലേ? എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ പാഠങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഈ നമ്മുടെ 15 പാഠങ്ങളിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഏറ്റവും ഇഷ്ടം, ഈ പുതുവത്സരത്തെ സ്വാഗതം ചെയ്യുന്ന ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാഠമാണ് 14-ാമത്തെ പാഠമായ വിശുദ്ധരാകൂ പ്രേക്ഷിതരാകൂ എന്നുള്ള പാഠം. എനിക്ക് തോന്നുന്നു നല്ലൊരു ഒരു 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 ബിഗിനിങ് അല്ലേ? എ വിൽ ബിഗിനിങ് ഹാഫ് ഡൺ എന്നാണ് പറയുന്നത് അല്ലേ? ഒരു നല്ല തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പകുതി ആയി എന്നുള്ളതാണ്. നമ്മൾ ഒരു വെൽ ബിഗിനിങ് ആയിട്ട് നമ്മൾക്കിതിനെ മാറ്റിയെടുക്കാൻ നമ്മൾക്കെല്ലാം നിങ്ങൾക്കും ഒക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. 1-2 മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷനായി അതിന് ഒരുങ്ങണം. നിങ്ങൾക്ക് നമ്മളുടെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങളുടെ പ്രയത്നങ്ങളൊക്കെ ഫലമണിയാൻ വേണ്ടി പോവുകയാണ്. മതബോധനത്തോടൊപ്പം തന്നെ, വേദപാഠത്തോടൊപ്പം തന്നെ, ഈശോയെ അറിയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ച് സ്കൂളിലെ പാഠ്യങ്ങളൊക്കെ പഠിച്ച് മിടുക്കരാകട്ടെ എന്ന് സാറ് ആശംസിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളും നിമിഷങ്ങളുമൊക്കെ നിങ്ങൾ നല്ല അച്ചടക്കത്തോടു കൂടി പഠിച്ച് മിടുക്കരാകാൻ വേണ്ടി ശ്രദ്ധിക്കുക. പരീക്ഷയൊക്കെ ഗൗരവമായിട്ട് കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമല്ലോ. ഞാൻ ആശംസിക്കുകയാണ്. എല്ലാ ആശംസകളും. പ്രിയ കുട്ടികളെ, നമ്മൾ 14-ാമത്തെ പാഠത്തിൻ്റെ 1-ാമത്തെ ഭാഗം കണ്ടു കഴിഞ്ഞു. എന്തായിരുന്നു അത്? നമ്മളിപ്പോൾ കണ്ടത് തന്നെയാണല്ലേ? വിശുദ്ധരാകൂ പ്രേക്ഷിതരാകൂ എന്നാണ് നമ്മളോട് ഈ പാഠത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ഈ പാഠത്തിൽ നമ്മൾ 2 പോയിൻ്റാണ് കണ്ടിരുന്നത് അല്ലേ? നിങ്ങൾ ഒന്ന് ജസ്റ്റ് നിങ്ങളെ ഞാൻ പുറകോട്ട് കൊണ്ടുപോവുകയാണ്. വിശുദ്ധിയുടെ ഉറവിടവും സ്വഭാവവും എന്നുള്ളതാണ് 1-ാമത്തെ പോയിന്റിൽ നമ്മൾ കണ്ടത്. വിശുദ്ധിയുടെ ഉറവിടം നമ്മൾക്കറിയാം. ഉറവിട സ്നേഹം. നിങ്ങളുടെ കർത്താവായ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുമെന്ന്. അപ്പം വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് നമ്മൾക്കൊക്കെ ലഭിച്ചിരിക്കുന്നത്. പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയതുപോലെ, വിശുദ്ധ ജനമേ, മാമോദിസ സ്വീകരിച്ച നമ്മളെല്ലാവരും വിശുദ്ധരാണ്, വിശുദ്ധരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ദൗത്യവും. അതാണ് നമ്മൾ ആ 1-ാമത്തെ പോയിന്റിൽ കണ്ടത്. 2 കണ്ടത് ഈശോയുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെ ഒക്കെ നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളും വിശുദ്ധി ഉള്ളവരായി മാറുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഈ 2 പോയിന്റുകളാണ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ടതല്ലേ? എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എങ്ങനെ നമ്മൾക്ക് വിശുദ്ധരാകാമെന്ന്? വിശുദ്ധരായിട്ടുള്ള 4-5 പേർ നമ്മളോട് പറഞ്ഞു തരുന്നത് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായി. ആർക്ക് പറയാമത്? എങ്ങനെയാണ് നമ്മൾക്ക് വിശുദ്ധരാകാൻ വേണ്ടി സാധിക്കുന്നത്? 1-ാമത്തെ പോയിന്റ് നമ്മൾ കണ്ടത്, നിലയ്ക്കാത്ത ആഗ്രഹം വേണം. വിശുദ്ധ തോമസ് അക്വീനോസ് നമ്മളോട് പറഞ്ഞു തരികയാണ്, എനിക്ക് വിശുദ്ധനാകണം, വിശുദ്ധിയാകണമെന്നുള്ള ആഗ്രഹം ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകണം. അത് നിങ്ങളെപ്പോഴും ആഗ്രഹിക്കണം. അതാണ് 1-ാമത്തെ പോയിന്റ് നമ്മൾ കണ്ടത്, നിലയ്ക്കാത്ത ആഗ്രഹം. 2-ാമത് നമ്മളോട് വിശുദ്ധ ജോസ് മരിയ എസ്ക്രീസീവ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പുണ്യവായന നമ്മൾക്ക് വേണം അല്ലേ? നല്ല പുസ്തകങ്ങൾ വായിക്കണം, വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കണം, തിരുവചനം വായിച്ച് ഹൃദയസ്ഥമാക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിശുദ്ധിയിലേക്ക് അടുക്കുകയാണ്. 3-ാമത് നമ്മൾ കണ്ടത് വിശുദ്ധ അൽഫോൻസാമ നമ്മളോട് പറയുന്നതാണ്, പ്രായശ്ചിത്തം ചെയ്യണം. ചെറിയ ചെറിയ പിഴവുകൾ ഉണ്ടാകുമ്പോൾ, തെറ്റുകൾ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ കണ്ടു നമ്മൾ ബലഹീനരാണല്ലേ? അപ്പോൾ ആ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ നമ്മൾ വിശുദ്ധിയിലേക്ക് അടുക്കുകയാണ്. വിശുദ്ധ ഡോൺ ബോസ്കോ നമ്മളോട് 4-ാമത്തെ ഒരു പോയിന്റ് പറയുകയാണ്, നല്ല സൗഹൃദം നമ്മൾ കാത്തു സൂക്ഷിക്കണം. നല്ല സൗഹൃദം നമ്മൾക്കുണ്ടാകുമ്പോൾ നല്ല വിശുദ്ധിയുള്ളവരായി നമ്മൾ മാറുന്നു എന്ന്. വീണ്ടും നമ്മൾ കണ്ടത് വിശുദ്ധ ഡൊമിനിക് സാവിയോ നമ്മളോട് പറയുന്നതാണ്, യേശുവും കൂദാശകളും. നമ്മളിപ്പോൾ കണ്ടൊരു പോയിന്റ് ഉണ്ടല്ലോ, ഈശോയോട് കൂടെ ആയിരിക്കുക. അത് തന്നെയാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ പറയുന്നത്. യേശുവും കൂദാശകളും, യേശുവിനെയും കൂദാശകളെയും, കൂദാശകൾ നിരന്തരം ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നുകൊണ്ട് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ വിശുദ്ധരായി മാറുന്നു. വീണ്ടും 6-ാമത് നമ്മൾ കാണുന്നത് വിശുദ്ധ ജോസ് മരിയ എസ്ക്രീസീവ തന്നെ നമ്മളോട് പറയുന്നതാണ്, അനുദിന ജോലികൾ നമ്മൾ യഥാപൂർവം ചെയ്യുക, മാതാപിതാക്കന്മാരെ അനുസരിക്കുക, ബഹുമാനിക്കുക, പഠിക്കുക എന്നുള്ള കടമ നിങ്ങൾ നിറവേറ്റുമ്പോൾ
അല്ലെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കുമ്പോൾ, വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ നിങ്ങൾ പങ്കിട്ടെടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ വിശുദ്ധിയിലേക്ക് നടക്കുന്നു എന്നാണ്. 7ാമത്തെ പോയിന്റ് നമ്മൾ കണ്ടത് എന്താണെന്നറിയാവോ? വിശുദ്ധ ഡോൺ ബോസ്കോയാണ് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, കാവൽ മലാഖയോട് കൂട്ടുചേർന്ന് നിൽക്കുക, കൂട്ടുപിടിക്കുക, പ്രാർത്ഥിക്കുക. ആ കാവൽ മലാഖ നമ്മളെ സംരക്ഷിക്കും. ഇങ്ങനെ 7 മാർഗങ്ങളിലൂടെ നമ്മൾക്ക് വിശുദ്ധരാകാമെന്നാണ് നമ്മൾ കഴിഞ്ഞ 1ാമത്തെ പാഠത്തിൽ കണ്ടത്. പ്രിയ കുട്ടികളെ, 2ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു തിരുവചന ഭാഗം വായിച്ച് 2ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾക്ക് കടക്കാം. നമ്മൾക്കിന്ന് നൽകപ്പെട്ടിരിക്കുന്ന വചനം ഇതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളാണ്. അതിനു മുമ്പ് നമ്മൾക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക, കൈകൂപ്പി പിടിച്ച് എഴുന്നേറ്റ് നിൽക്കുക. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, കഴിഞ്ഞ പാഠത്തിലൂടെ വിശുദ്ധരാകാനുള്ള വിളിയെക്കുറിച്ചും എങ്ങനെ വിശുദ്ധരാകാം എന്നുള്ളതിനെക്കുറിച്ചും ഞങ്ങൾ കാണുകയുണ്ടായി. ഈശോയോട് ചേർന്ന് നിൽക്കാനും കൂദാശകളിൽ ശക്തിപ്പെടാനും ഞങ്ങളോട് നീ പറയുകയുണ്ടായി. വിശുദ്ധാത്മാക്കളെ ഞങ്ങൾക്ക് നീ കാണിച്ചു തന്നു. അവരുടെ പുണ്യങ്ങൾ കാണിച്ചു തരികയും അതിലേക്ക് ഞങ്ങളെ ആകർഷിക്കുകയും ചെയ്തു. ഈശോയെ, പരിശുദ്ധനായി നിന്നെപ്പോലെ വിശുദ്ധരാകുവാനുള്ള ആ വിളി സ്വീകരിച്ച ഞങ്ങൾക്ക്, മാമോദീസായിലൂടെ വിശുദ്ധജനമായ ഞങ്ങൾക്ക് പൂർണ്ണമായി വിശുദ്ധരായി മാറുവാനുള്ള കൃപ ഉണ്ടാകണമേ. സഭയിൽ ജീവിക്കുന്ന വിശുദ്ധരായി മാറുവാനും നിന്നെ പ്രഘോഷിക്കുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. അമ്മേ മാതാവേ, സകല വിശുദ്ധരെ, സ്വർഗീയ മധ്യസ്ഥരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയകുട്ടികളെ, നമ്മൾ ആദ്യം കണ്ടതുപോലെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 27 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളിലൂടെ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം. തിരുവചനം നിങ്ങൾ കേൾക്കുക, ഹൃദിസ്ഥമാക്കുക, ധ്യാനിക്കുക. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയിൽ പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയ കുട്ടികളെ, എന്താണ് കാരുണ്യ പ്രവൃത്തി? അവസാനം നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ആ ഒരു വാക്കാണ് നമ്മളുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മൾക്ക് വേണ്ടത്. ആ കാരുണ്യത്തിലേക്കുള്ള വിളിയാണ് നമ്മളുടേതെന്ന് നമ്മൾ 1ാമത്തെ ഭാഗത്തിൽ കണ്ടു. പരിശുദ്ധനായ ദൈവത്തിനെ പോലെ നമ്മളും പരിശുദ്ധരാകാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. മാമോദീസായിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ ജനമായി. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. അതിനു മുമ്പ് നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെ സന്നിധി പരിശുദ്ധമാണെന്നല്ലേ. ഹെറോബ് മലയിൽ വെച്ച് മോശ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന മോശ ആ മുൾപ്പടർപ്പിൽ തീ കണ്ടപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എന്താണെന്ന് നോക്കാൻ ചെന്ന മോശയോട് പറയുന്നത്, മോശ നിൻ്റെ ചെരുപ്പഴിച്ചു മാറ്റുക, കാരണം നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിൻ്റെ ചെരുപ്പഴിച്ചു മാറ്റുക, അത്രമാത്രം പവിത്രമാണ് ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധമാണ്. ആ പരിശുദ്ധിയിലേക്കാണ് നമ്മളെയും വിളിച്ചിരിക്കുന്നത് എന്നാണ് ഈ 2ാമത്തെ പാഠത്തിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. പ്രിയ കുട്ടികളെ, ആദ്യത്തെ പോയിന്റ് ഇതാണ്, സ്നേഹം വിശുദ്ധിയുടെ അളവുകോൽ സ്നേഹമാണ് എന്ന് പറയുകയാണ്. വിശുദ്ധിയുടെ അളവുകോൽ സ്നേഹമാണെന്ന് നമ്മളോട് ആദ്യം പറഞ്ഞു തരികയാണ്. എന്താണ് ഈ വിശുദ്ധിയുടെ അളവുകോൽ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ കാണാം. എന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു വരിക.
വീഡിയോ കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമായോ? നമ്മളോട് ഒരു 7 കാര്യങ്ങളാണ് ഇതിലും പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലേ? എങ്ങനെയാണ് നമ്മൾക്ക് വിശുദ്ധരാകാൻ വേണ്ടി സാധിക്കുന്നത്, എന്തൊക്കെയാണ് വിശുദ്ധിയുടെ അളവുകോൽ എന്നാണ് നമ്മൾ ആ വീഡിയോയിലൂടെ കണ്ടത്. എങ്ങനെ നമ്മൾക്കും വിശുദ്ധരായി മാറാം. സാർ ഒരു 7 പോയിന്റ് പറയാം. ആ 7 പോയിന്റ് ഇംഗ്ലീഷിലാണ്, ചെറിയ ചെറിയ വാക്യങ്ങളാണ്, നിങ്ങൾക്കത് മനസ്സിലാകും. സാർ അത് മലയാളത്തിലേക്ക് പറഞ്ഞു തരാം. അതിൽ പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: ഓൾ സെയിൻസ് ആർ ഫിൽഡ് വിത്ത് ലവ് ഓഫ് ഗോഡ് എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. എല്ലാ വിശുദ്ധരും ദൈവസ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു. വിശുദ്ധിയുടെ അളവുകോലിനെ കുറിച്ചാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അല്ലേ? അതിലൊന്നാമത്തെ പോയിന്റ് പറയുന്നു, ഓൾ സെയിൻസ് ആർ ഫിൽഡ് വിത്ത് ലവ് ഓഫ് ഗോഡ്. എല്ലാ വിശുദ്ധരും ദൈവസ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു. നമ്മൾ ഒന്നാമത്തെ ഭാഗത്തിൽ കണ്ട ഒരു 7 കാര്യങ്ങളുണ്ടല്ലോ എങ്ങനെ വിശുദ്ധരാകാമെന്ന് വിശുദ്ധർ നമ്മളോട് സംസാരിച്ചത്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? നിരന്തരമായ അഭിവാഞ്ച, ദൈവസ്നേഹം ഉണ്ടായിരിക്കണം ചെറുപ്പത്തിൽ തന്നെ. അതല്ലേ, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തെ പോയിന്റ്, എല്ലാ വിശുദ്ധരും ദൈവസ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഓൾ സെയിൻസ് ആർ ലവ് അതേഴ്സ് ഹ്യൂമൻ ബീയിങ്. ലവ് അതർ ഹ്യൂമൻ ബീയിങ്സ്. ഒരു വലിയ ക്യാപ്ഷൻ, ഒരു മോട്ടോ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ടീഷർട്ടിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാറില്ലേ? വി ആർ ഹ്യൂമൻ ബീയിങ്സ്, ബട്ട് ഇഫ് യു ഹാവ് ടു ബിക്കം എ ബീയിങ് ഹ്യൂമൻ, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഹ്യൂമൻ ബീയിങ്. നമ്മളൊക്കെ മനുഷ്യരാണ്, പക്ഷേ മനുഷ്യത്വം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലുത് എന്നാണ് ആ ക്യാപ്ഷനിലൂടെ പറഞ്ഞു തരുന്നത്. ബീയിങ് ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു സ്ലോഗൻ തന്നെ ഇപ്പോൾ ലോകത്തെല്ലായിടത്തുമുണ്ട്. നിങ്ങൾക്ക് ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് കാണാം. മനുഷ്യരായി മാറുക, മനുഷ്യത്വമുള്ളവരായി മാറുക എന്നാണ്. അപ്പോൾ എല്ലാ വിശുദ്ധരും മറ്റു മനുഷ്യരെ സ്നേഹിച്ചിരുന്നവരാണ്. ഓൾ സെയിൻസ് ആർ ലവ് അതർ ഹ്യൂമൻ ബീയിങ്സ്. മറ്റുള്ളവരെ സ്നേഹിച്ചിരിക്കുന്നവരാണ്. ഓൾ സെയിൻസ് ആർ റിസ്ക് ടേക്കേഴ്സ്. മൂന്നാമത്തെ പോയിൻ്റാണ്. എല്ലാ വിശുദ്ധരും റിസ്ക് ടേക്കേഴ്സാണ്. എന്താണ് റിസ്ക് ടേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അവർ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ റെഡിയായവരാണ്. നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചപ്പോൾ സാറ് പറഞ്ഞ ഒരു വിശുദ്ധ പാൻക്രാസിൻ്റെ കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 13-ാമത്തെ വയസ്സിൽ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ മുൻപിൽ രക്തസാക്ഷിയായി മാറിയ 13 വയസ്സുള്ള കുട്ടി, ഈശോയെ പ്രഘോഷിച്ച കുട്ടി, ആ ഡയക്ലീഷ്യൻ്റെ വാളിന് മുൻപിൽ ധീരതയോടെ നിന്ന് അദ്ദേഹം ആ കുട്ടി, നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ 1 വയസ്സ് എളുപ്പമാണല്ലേ, മരിച്ച രക്തസാക്ഷിയായ വിശുദ്ധ പാൻക്രാസ്. സോ ഓൾ സെയിൻസ് ആർ റിസ്ക് ടേക്കേഴ്സ്. നമ്മൾക്കറിയാം, അവർ ഏത് പ്രതിസന്ധിയെയും എന്തിനേയും നേരിടാനും അതൊക്കെ ഏറ്റെടുക്കാനും തയ്യാറായവരാണ് വിശുദ്ധരായി മാറിയത്. ഇനി 4-ാമത്തെ പോയിന്റ് എന്നാണ്, ഓൾ സെയിൻസ് ആർ ഹംബിൾ ആൻഡ് പൊളൈറ്റ്. വിനയവും അതുപോലെ തന്നെ എളിമയും ഉള്ളവരായിരുന്നു എല്ലാ വിശുദ്ധാത്മാക്കളും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹംബിൾ ആൻഡ് പൊളൈറ്റ്. APJ അബ്ദുൽ കലാമിൻ്റെ ഒരു വലിയ കൊട്ടേഷൻ ഉണ്ടല്ലോ, നമ്മളൊക്കെ വായിക്കാറില്ലേ? എഡ്യൂക്കേഷൻ ഗീവ്സ് യു ഹ്യൂമിലിറ്റി, ദാറ്റ് ഹ്യൂമിലിറ്റി ഗീവ്സ് യു ക്യാരക്ടർ, ദാറ്റ് ക്യാരക്ടർ ഗീവ്സ് യു റൈച്ചസ്നെസ്. നമ്മളത് കണ്ടിട്ടുണ്ടല്ലേ? വിദ്യാദാതി വിനയം, വിനയം ദാതി പത്രദാം, പത്രദ്വ ധനമാ നോതി, ധനാധർമ്മ തഥാസ്ഥിതി. അതാണ് അതിൻ്റെ സംസ്കൃത ശ്ലോകം. അപ്പോൾ എഡ്യൂക്കേഷൻ ഗീവ്സ് യു ഹ്യൂമിലിറ്റി. വിദ്യ നമ്മളെ എളിമയുള്ളവരാക്കി മാറ്റണം. ഈശോയോടുള്ള സ്നേഹം വിശുദ്ധാത്മാക്കളെ they become humile, എളിമയുള്ളവരാക്കി മാറ്റുന്നു, വിനയമുള്ളവരാക്കി മാറ്റുന്നു. കുട്ടികളെ നമ്മളും വിനയവും എളിമയുമുള്ള കുഞ്ഞുങ്ങളായി മാറണം. മാതാപിതാക്കളുടെ മുൻപിൽ, മുതിർന്നവരുടെ മുൻപിൽ, ദൈവത്തിൻ്റെ മുൻപിൽ, അതുപോലെ തന്നെ അധ്യാപകരുടെ മുൻപിലൊക്കെ നമ്മൾ വിനയവും എളിമയും ദൈവഭയവുമുള്ള കുട്ടികളായി മാറുമ്പോൾ നമ്മൾ വിശുദ്ധരായി മാറുന്നു. ഇനി 5-ാമത്തെ പോയിന്റ് നോക്കാമല്ലോ. ഓൾ സെയിൻസ് ആർ പീപ്പിൾ ഓഫ് പ്രേയേഴ്സ്. പ്രാർത്ഥനയുടെ വക്താക്കളാണവർ. എല്ലാ വിശുദ്ധാത്മാക്കളും പ്രാർത്ഥനയുടെ വക്താക്കളാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരായിരുന്നു എല്ലാ വിശുദ്ധാത്മാക്കളും. കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. അൽഫോൻസാമയിലും അത് എവപ്രാസ്യാമയിലും ഒക്കെ നമ്മൾ കണ്ട ഗുണങ്ങളാണ് ഇതൊക്കെ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഓൾ സെയിൻസ് ആർ നോട്ട് പെർഫെക്റ്റ്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പ്രത്യേകമായൊരു പോയിൻ്റാണ്. 1-ാമത്തെ ഭാഗത്ത് നമ്മൾ ഈ 14-ാമത്തെ പാഠത്തിൻ്റെ 1-ാമത്തെ ഭാഗത്ത് ഓസ്കാർ വൈൽഡിൻ്റെ ഒരു കോട്ട് പഠിച്ചിരുന്നു. എന്താണ്? എവ്രി സെയിന്റ് ഹാവ് എ പാസ്റ്റ് ആൻഡ് എവ്രി സിന്നർ ഹാവ് എ ഫ്യൂച്ചർ. അത് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഓൾ സെയിൻസ് ആർ നോട്ട് പെർഫെക്റ്റ്. അവരുടെ ഭൂതകാല ജീവിതം നമ്മൾ ഈ കാണുന്ന പോലെ വിശുദ്ധമൊന്നും ആയിരുന്നില്ല. തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ ചെയ്തവർ തന്നെയാണ് അവർ. പക്ഷേ അവരൊക്കെ അനുദപിച്ച് ഈശോയിലേക്ക് തിരിഞ്ഞപ്പോൾ അവരൊക്കെ വിശുദ്ധരായി മാറി എന്നാണ് പറയുന്നത്. അവസാനത്തെ പോയിന്റ് നമ്മൾക്ക് നോക്കാം.
അവസാനത്തെ പോയിന്റ് നമ്മളോട് പറയുന്നത് ഓൾ സെയിൻസ് ആർ പീപ്പിൾ ഓഫ് ദെയർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ജീവിത സന്ധാരണങ്ങളിൽ, ജീവിത മേഖലകളിലൊക്കെ യഥാവിധി ജീവിച്ചവരാണ് വിശുദ്ധാത്മാക്കൾ എന്ന് പറയുന്നത്. സെൻറ്റ് പോളിനെ കുറിച്ച് പറയാം. ഒരു ഉദാഹരണം എന്താണ് ഈ അർത്ഥമാക്കുന്നതെന്ന് സാർ പറഞ്ഞു തരാം. സെൻറ്റ് പോള് അടിമ ആയിരുന്ന കാലഘട്ടത്തിൽ അടിമ വ്യവസ്ഥയെ സെൻറ്റ് പോൾ എതിർത്തിരുന്നു. പക്ഷേ കൂടെയുള്ള അടിമകളോട് അധികാരികളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു സെൻറ്റ് പോൾ. അടിമ വ്യവസ്ഥയെ എതിർത്തിരുന്നു. അദ്ദേഹവും ഒരു അടിമയായിരുന്നു. പക്ഷേ കൂടെയുള്ള സഹതടവുകാരോട് നമ്മളുടെ മുതിർന്നവരെ, അധികാരികളെ ഒക്കെ ബഹുമാനിക്കണം, റെസ്പെക്റ്റ് ചെയ്യണമെന്ന് സെൻറ്റ് തോമസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഏത് അവസ്ഥയിലായിരുന്നു ആ വിശുദ്ധാത്മാക്കൾ? ആ അവസ്ഥയിൽ എല്ലാവരോടും ബഹുമാനത്തോടും സ്നേഹത്തോടും അനുസരണയോടും കൂടിയാണ് അവർ പെരുമാറിയിരുന്നത് എന്ന് പറയുമ്പോൾ എത്രമാത്രം വിശുദ്ധമായ ജീവിതമാണ് അവർ നയിച്ചിരുന്നത് എന്ന് ഈ 7 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകും. ഓൾ സെയിൻസ് ആർ ഫിൽഡ് വിത്ത് ലവ് ഓഫ് ഗോഡ്. ഓൾ സെയിൻസ് ആർ ലവ് അതർ ഹ്യൂമൻ ബീങ്സ്. ഓൾ സെയിൻസ് ആർ റിസ്ക് ടേക്കേഴ്സ്. ഓൾ സെയിൻസ് ആർ ഹംബിൾ. ഓൾ സെയിൻസ് ആർ പീപ്പിൾ ഓഫ് പ്രേയേഴ്സ്. ഓൾ സെയിൻസ് ആർ നോട്ട് പെർഫെക്റ്റ്. ഓൾ സെയിൻസ് ആർ പീപ്പിൾ ഓഫ് ദെയർ ടൈം. അവരവരുടെ സാഹചര്യങ്ങളിൽ ജീവിച്ച് ബഹുമാനിച്ച് മറ്റുള്ളവരെ അനുസരിച്ച് ജീവിച്ചവരാണ് എല്ലാ വിശുദ്ധാത്മാക്കളും. പ്രിയ കുട്ടികളെ, ഇത് നൽകുന്ന ഒരു സന്ദേശം നമ്മൾ ഈ പാഠത്തിൻ്റെ 1-2 ഭാഗങ്ങളിൽ എങ്ങനെ വിശുദ്ധരാകാമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വിശുദ്ധരായി മാറുക, വിശുദ്ധിയുള്ള കുട്ടികളായി മാറുക. നമ്മൾ ആ കണ്ട തിരുവചനത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-46 വാക്യം. ഒരു മേന്മയുമില്ലല്ലേ? ഈശോ നമ്മൾക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ എക്സാമ്പിൾ എന്തായിരുന്നു? ശത്രുക്കൾക്ക് വേണ്ടി കുരിശിൽ കിടന്ന് പോലും സ്വന്തം ജീവൻ വെടിയാൻ നേരത്ത് പോലും അവരോട് പ്രാർത്ഥിച്ച ഒരു വലിയ മനസ്സാണ്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത് അല്ലേ? ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ ഒരു സദ്വാർത്ത ശത്രുക്കളെ സ്നേഹിച്ച ഈശോയുടെ മനോഭാവം ആയിരുന്നു. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതിൽ മേന്മയില്ല. നമ്മൾ കാരാഗൃഹത്തിലാണുമ്പോൾ നമ്മളെ കാണാൻ വന്ന ആൾക്കാരെ അവിടെ പോയി കാണുന്നതിൽ മേന്മയില്ല. നമ്മൾ രോഗിയായിരുന്നപ്പോൾ നമ്മളെ സന്ദർശിച്ചവരെ അവരുടെ അവസ്ഥയിൽ അവിടെ പോയി കാണുന്നതിൽ മേന്മയില്ല. നമ്മളോടിത് ചെയ്യാതെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് മേന്മയുണ്ടാകുന്നത്, നമ്മൾ ഈശോയുടെ അനുയായികളായി മാറുന്നത് എന്ന് ഈ പാഠം നമ്മളോട് പറഞ്ഞു തരികയാണ്. വേറൊരു പോയിന്റ് നമ്മളോട് പറയുന്നത് സഭ വിശുദ്ധിയിൽ വളർത്തുന്ന അമ്മ എന്നാണ്. എനിക്ക് തോന്നുന്നില്ല ഇതിനെക്കുറിച്ച് വലിയൊരു നിർവചനം വേണമെന്ന്. സഭ വിശുദ്ധിയിൽ വളർത്തുന്ന അമ്മ, എത്ര മനോഹരമായ ഒരു ഹെഡിങ് ആണത് അല്ലേ? അതിനെക്കുറിച്ച് നമ്മൾക്ക് അറിയാം. സഭ, നമ്മൾ മാമുദീസ മുങ്ങി സഭയുടെ അംഗങ്ങളായി ഈശോയുടെ ദൈവത്തിൻ്റെ മകനോ മകളോ ആയി വരുന്ന സമയം മുതൽ നമ്മൾ വിശുദ്ധിയിൽ വളരുന്നു. നമ്മളെ പൗലോസ്ലീഹ വിശുദ്ധരായി കണക്ക് കൂട്ടുന്നു. അപ്പോൾ സഭ വിശുദ്ധിയിൽ വളർത്തുന്ന അമ്മയാണ്. കൂദാശകളിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, കുംഭസാരത്തിലൂടെ ഒക്കെ നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നത് വിശുദ്ധ കത്തോലിക്ക സഭയാണ്. അപ്പോൾ സഭ നമ്മളെ വിശുദ്ധിയിൽ വളർത്തുന്ന അമ്മ തന്നെയാണ്. മിശിഹായുടെ തുടർച്ചയാണ് സഭ. അതുപോലെ തന്നെ മിശിഹായുടെ കൂദാശയാണ് സഭ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിശിഹായുടെ തുടർച്ചയും കൂദാശയുമായ സഭ നമ്മളെ വിശുദ്ധിയിലേക്ക് വളർത്തുന്ന, നയിക്കുന്ന അമ്മ തന്നെയാണ്. വിശുദ്ധി അനുദിന ജീവിതത്തിൽ എങ്ങനെയാണ് ഈ വിശുദ്ധിയെ നമ്മൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നത്? നമ്മളിപ്പോൾ കണ്ട ഈ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് അനുദിന ജീവിതത്തിൽ പാലിക്കാൻ സാധിക്കില്ലേ? മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമ്പോൾ, വിശക്കുന്നവന് ആഹാരം കൊടുക്കുമ്പോൾ, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുമ്പോൾ, നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ സന്മനോഭാവത്തോടു കൂടി പെരുമാറുമ്പോൾ, നല്ല വിനയമുള്ളവരായി മാറുമ്പോൾ. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? നിങ്ങളിത് കഴിഞ്ഞ് +2 കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, PG കഴിഞ്ഞ്, PhD ഒക്കെ ചെയ്ത് വലിയ വലിയ പൊസിഷനിലുള്ളൊക്കെ എത്തി നിൽക്കുമ്പോഴും നമ്മൾ കൊണ്ടാകേണ്ട മനോഭാവം എന്താണ്? എഡ്യൂക്കേഷൻ ഗീവ്സ് യു ഹ്യൂമിലിറ്റി. യു ഹാവ് ടു ബി മോർ ഹ്യൂമൈൽ ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ വിനയാന്വിതരായി മാറണം, വിനയമുള്ളവരായി മാറണം. അതും നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ കണ്ടറിഞ്ഞ് സഹായിക്കുമ്പോൾ, രോഗാവസ്ഥയിൽ അവരെ സന്ദർശിക്കുമ്പോൾ, ഇതാണ് വിശുദ്ധി അനുദിന ജീവിതത്തിൽ നമ്മൾക്ക് എങ്ങനെ കാത്തു സൂക്ഷിക്കാൻ പറ്റും എന്ന് പറയുന്നത്. കുട്ടികളെ, അടുത്തിറങ്ങിയ പുസ്തകങ്ങളിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു പുസ്തകം നിങ്ങളോട് ഞാൻ റെഫർ ചെയ്യാം. അത് വേറൊന്നുമല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന അപ്പസ്തോലിക ഉദ്ബോധനമാണ്.
ഈ അപ്പസ്തോലിക ഉദ്ബോധനത്തെക്കുറിച്ച് ഞാൻ പലതവണ നമ്മുടെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതാണ് എങ്ങനെ വിശുദ്ധരായി മാറാമെന്ന് വിശുദ്ധിക്ക് പുതിയ നിർവചനങ്ങൾ, ഇൻ്റർപ്രറ്റേഷൻ കൊടുക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമ്മൾക്ക് ഈ പുസ്തകത്തിലൂടെ കാണാൻ സാധിക്കും. അതുകൂടെ കാണുമ്പോൾ നമ്മളുടെ പാഠം അവസാനിച്ചു. ഒന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ഹൃദയത്തിൽ ദരിദ്രരായിരിക്കുക, അതാണ് വിശുദ്ധി. സാർ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഹൃദയത്തിൽ ദരിദ്രരായിരിക്കുക. 2, ശാന്തതയോടും വിനയത്തോടും കൂടി പ്രതികരിക്കുക മറ്റുള്ളവരോട്, അതാണ് വിശുദ്ധി. നിങ്ങൾ ദേഷ്യപ്പെടാതെ സമഭാവനയോടുകൂടി, സമചിത്തതയോടുകൂടി, ശാന്തതയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ നിങ്ങൾ വിശുദ്ധരായി മാറുന്നു. 3, മറ്റുള്ളവരോടൊത്ത് വിലപിക്കുന്നത് എങ്ങനെയെന്നറിയുക. മറ്റുള്ളവരുടെ സങ്കടങ്ങളെ നിങ്ങളുടെ സങ്കടങ്ങളായി ഏറ്റെടുക്കുമ്പോൾ, അവരുടെ കണ്ണുനീരൊപ്പാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ, അതാണ് വിശുദ്ധി എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്. 4, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് കാരുണ്യത്തോടെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, അതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം, വി ഹാവ് സിമ്പതി, അല്ലേ? നമ്മൾക്ക് സിമ്പതി ഉണ്ട്, എല്ലാവരോടും നമ്മൾക്ക് ദയുണ്ട്. ബട്ട് യു ഹാവ് ടു ബി മോർ എംപതറ്റിക് ദാൻ സിമ്പതി എന്നല്ലേ പറയുന്നത്. സിമ്പതി അല്ല വേണ്ടത്, നമ്മൾക്ക് എംപതിയാണ്. സഹായിക്കാനുള്ള ആ ഒരു സന്നദ്ധത വേണം. ഇപ്പം വഴിയിൽ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന ഒരാളെ കാണുമ്പോൾ എനിക്ക് സിമ്പതിയുണ്ട്, ഓ കഷ്ടമായി പോയി, പക്ഷേ ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്, അതൊന്നും ഒരു മാറ്റവും വരുത്തുന്നില്ല. പക്ഷേ ഇഫ് യു വാണ്ട് ടു ഷോ ദ എംപതി, നിങ്ങൾ അവരെ പോയി സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം, ആസ്പത്രിയിലാക്കണം. അപ്പോഴാണ് നമ്മൾ വിശുദ്ധരാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. അവസാനം മാർപ്പാപ്പ പറയുന്നത് എങ്ങനെയാണ്? ആ പുസ്തകത്തിൽ നമുക്ക് ചുറ്റും സമാധാനം വിതയ്ക്കുക, പീസ് മേക്കേഴ്സ്, സമാധാനത്തിൻ്റെ ദൂതരായി മാറുക. സമാധാനം പ്രഘോഷിക്കുന്നവരായി മാറുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ വിശുദ്ധരായി മാറുകയാണ്. കാരുണ്യത്തോടെ നോക്കുമ്പോൾ, സഹാനുഭൂതി കാണിക്കുമ്പോൾ, സമാധാനം പുനഃസ്ഥാപിക്കുമ്പോൾ, മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോൾ, വിനയം കാണിക്കുമ്പോഴൊക്കെ നമ്മൾ വിശുദ്ധരായി മാറുകയാണ്. മനോഹരമായൊരു പാഠം തന്നെയാണ് 14-ാമത്തെ പാഠം നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പഠിക്കുക, ഓർക്കുക, ധ്യാനിക്കുക. ഒരു വചനം ഈ ആഴ്ച മുഴുവൻ നമ്മളോട് പങ്കുവെക്കാൻ വേണ്ടി തരുന്നത് കഴിഞ്ഞ ആഴ്ച തന്ന വചനം തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക. ഇതാണത്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. 1 തെസ്സലോനിക്ക 4:3 നമ്മളോട് പറഞ്ഞതാണ്. നമ്മളുടെ വിശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ അഭിലാഷം, അതാണ് ദൈവം ഉറ്റുനോക്കുന്നത്. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം തന്നെയായ ഈശോയെ, എപ്പോഴും അങ്ങയോട് ചേർന്ന് നിന്ന് വിശുദ്ധിയിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കണ്ട വിശുദ്ധാത്മാക്കളെ പോലെ എങ്ങനെ വിശുദ്ധരാകാമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന മാർഗങ്ങളിൽ ഒക്കെ ഊന്നി നിന്നുകൊണ്ട് വിശുദ്ധരായി മാറുവാനും സഭയിലും സമൂഹത്തിലും സേവനം ചെയ്യുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ. പ്രിയ കുട്ടികളെ, നമ്മൾക്ക് ഈ 2 ഭാഗങ്ങൾ, ഈ പാഠം മൊത്തത്തിൽ നമ്മൾക്ക് നൽകുന്ന ഒരു ബോധ്യം ഇതാണ്. മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയും വിശുദ്ധരാണ്, വിശുദ്ധരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരുമാണ്. സ്നേഹവും വിശുദ്ധിയും അനുദിന ജീവിതത്തിൽ ഉണ്ടാവണം നമ്മൾക്ക്. സഭ വിശുദ്ധിയിൽ വളർത്തുന്ന അമ്മയാണ്. ആ ഒരു വാക്ക് നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. സഭ വിശുദ്ധിയിൽ വളർത്തുന്ന അമ്മയാണ്. ഒരു നല്ല തീരുമാനവും നമ്മൾക്കെടുക്കാം, അല്ലേ? എൻ്റെ കൂട്ടുകാരുടെ ആവശ്യങ്ങളിൽ സഹായിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹായിച്ചുകൊണ്ട്, കരുണ വേണ്ടവരുടെ ആവശ്യങ്ങളിൽ സഹായിച്ചുകൊണ്ട്, സ്നേഹത്തിനും ഈശോയ്ക്കും സാക്ഷ്യം വഹിക്കാൻ ഞാൻ ശ്രദ്ധിക്കുമെന്ന ഒരു തീരുമാനവും എടുക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ, 2-ാമത്തെ ഭാഗത്ത് 3 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. 1, സ്നേഹമാണ് വിശുദ്ധിയുടെ അളവുകോൽ, വിശദമാക്കുക. 2, സഭ നമ്മെ വിശുദ്ധിയിൽ വളർത്തുന്ന അമ്മയാണ്, സമർത്ഥിക്കുക. 3, അനുദിന ജീവിതത്തിൽ വിശുദ്ധി അഭ്യസിക്കുന്നത് എങ്ങനെ? നമ്മൾ കണ്ടതാണല്ലേ പല മാർഗങ്ങളിലൂടെ. ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ കണ്ട പോയിന്റുകളെല്ലാം നിങ്ങൾ ഓർത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. വിശുദ്ധരായി മാറുക. വിശുദ്ധിയുള്ള ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ, കൊച്ചനുജന്മാരും അനുജത്തിമാരും നമ്മളുടെ സഭയിലും സമൂഹത്തിലും ഉണ്ടാകട്ടെ എന്ന് സാറ് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. വീണ്ടും നമ്മൾക്ക് ഒരു അടുത്ത അധ്യായത്തിൽ നല്ല ദൈവം കണ്ടുമുട്ടാൻ ഇടവരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.